ചേട്ടാ ഒരു വാട്ടർ ബോട്ടിൽ തരാമോ? ചേട്ടാ ഇവിടെ രാമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, പുള്ളിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുമോ? അവരുടെ വീട് എവിടെ ഉള്ളേ? ഓ, ഞങ്ങളുടെ രാമചേട്ടന്റെ മോനാണോ നീ? ആ അതെ അങ്കിൾ, ഞാൻ രാമൻ്റെ മോൻ തന്നെയാ. മോൻ എന്താ വേണ്ടത്? അല്ല അങ്കിൾ, അച്ഛനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞ് അച്ഛനെ സമാധിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അങ്ങനെയാണ് മോനെ, വാ കാണിച്ചു തരാം. ശരി അങ്കിൾ. സരോജ ചേച്ചിക്ക് സുഖം തന്നെയാണ്? നന്നായിരിക്കുന്നു അങ്കിൾ. നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? എഞ്ചിനീയറിംഗ് ഫൈനലാണെങ്കിൽ. അത് ശരി. ആ ദാ ഇവിടെ അടുത്ത് തന്നെയാ. ആ ചെറിയൊരു വഴിയാ, വണ്ടി ഒന്നും പോവില്ല. ശരി അങ്കിൾ. ഇതാണ് മോനെ നിന്റെ അച്ഛന്റെ സമാധി. നല്ല മനുഷ്യനായിരുന്നു. നോക്ക് മോനെ, ഇന്ന് നീ ജീവനോടെ ഇരിക്കുന്നതിന് അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ജീവൻ തന്ന് നിനക്ക് ജീവൻ കൊടുത്തിരിക്കുക. അന്ന് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഭഗവാനെ, എന്റെ മോനൊന്നും സംഭവിക്കില്ലേ? സരോജ, എന്താ ഇത്? നീ എന്താ കാണിക്കുന്ന അറിയാമോ? ഞാൻ ജീവനോട് ഉള്ളിടത്തോളം കാലം നിന്റെ കഴുത്തിൽ താലി ഉണ്ടാകണം. കഷ്ടപ്പാട് വരുമ്പോ ഈ താലി വെറുതെ കഴുത്തി കിടന്നിട്ട് എന്താ പ്രയോജനം? കെട്ടുതാലി വിറ്റിട്ട് പ്രശ്നങ്ങളൊക്കെ തീർക്കുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് എടുത്തതാ. ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു. ഇത് പെട്ടെന്ന് എടുത്തതാ, പെട്ടെന്നാവട്ടെ, പെട്ടെന്ന്. അയ്യോ, എന്താ പറ്റി? സോറി മാഡം, ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ വേദന സഹിക്കാൻ പറ്റാതെ നിന്റെ അമ്മ നിന്നെ കൂട്ടിക്കൊണ്ട് ചെന്നൈയിലേക്ക് പോയി. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാവണം മോനെ, അദ്ദേഹം എപ്പോഴും ഒരു കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതെന്താണെന്ന് അറിയാമോ? എന്താണെങ്കിൽ? നിന്നെ ഒരു വലിയ ഓഫീസറായി കാണണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. നീ അദ്ദേഹത്തിന്റെ ആ സ്വപ്നം നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കണം. ശരി മോനെ, എനിക്ക് സമയമായി. നീ തിരിച്ചു പോകുമ്പോ വീട്ടിൽ കൂടെ കയറിയിട്ട് പോകണം. എങ്കിൽ ഞാൻ പോട്ടെ. ശരി. എന്തിനാ അച്ഛാ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോയത്? ഉറപ്പായിട്ട് വെച്ചാ അച്ഛൻ്റെ സ്വപ്നം ഞാൻ ഉറപ്പായിട്ട് സാക്ഷാത്കരിക്കും. അച്ഛൻ തന്ന ഈ ജീവന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. അച്ഛൻ എനിക്ക് കാണിച്ചു തന്ന ഈ വഴിയാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. അച്ഛാ, ഐ ലവ് യു അച്ഛാ. ഹരീഷ്, ഹരീഷ്. അതെ വരുന്നോ?
എന്താ ഡാഡി? ഡാഡിന്ന് വിളിച്ചതിന്റെ തലയാൻ തല്ലി പൊട്ടിക്കും. മര്യാദക്ക് അച്ഛാന്ന് വിളിച്ചാൽ മതി. ദിവസവും ഈ ഉപദേശം മാത്രമേ ഉള്ളൂ. എന്താ ഈ സാധനമൊക്കെ എടുത്തിട്ട് നീ എങ്ങോട്ട് പോകാൻ പോവാ? എനിക്ക് മ്യൂസിക് ക്ലാസ്സിന് സമയമായി, എനിക്കിപ്പോൾ പോകണം. പറയുന്നത് കേൾക്കേ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും IAS പഠിക്കേ. അത് നിനക്കും നല്ലതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും ഗുണമുണ്ടാവും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ബലി കൊടുക്കണമെന്നാണോ? എന്നെ എൻ്റെ താല്പര്യത്തിന് വിട്ടേക്ക്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. നിന്നോട് പറഞ്ഞേക്കാൾ നല്ല എവിടെയെങ്കിലും പോയി ചാകുന്ന ഓൻ നോക്ക്. ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല. ഇവനീ ജന്മത്തിൽ ഗുണം പിടിക്കില്ല. അമ്മേ ആ അമ്മേ, ആ ഹരീഷിന്റെ അച്ഛനോട് സംസാരിച്ചായിരുന്നോ? സംസാരിച്ചു മോനെ. ആ ഈ ഒരു അവസ്ഥയിലെത്താൻ അവരല്ലേ സഹായിച്ചത്. നീ കോളേജിൽ പോവാനും അദ്ദേഹം അല്ലേ സഹായിച്ചത്. ഹരീഷിനെ പോലെ തന്നെ അദ്ദേഹം നിന്നെ ഒരു മകനായിട്ട് കണക്കാക്കുന്നേ. നീ എന്തിനൊക്കെ ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ സപ്പോർട്ട് നിനക്കുണ്ടാവും. ശരി. നീ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ പഠിക്കാൻ മാത്രം നോക്ക്. ശരിയമ്മ. ഓക്കെ, ലേറ്റ് ആയി പോയി. ശരി, ബൈ ബൈ. അതാരാ IAS ഓഫീസർ? എന്റെ തോളിൽ അത്രയും പോലും പൊക്കമില്ല. എനിക്കെന്തോ ഇംഗ്ലീഷ് അറിയാത്ത പോലെയാണ് അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. നോൺസെൻസ്. സാറേ, അതൊക്കെ വിട്ടുകളാ. അടുത്ത് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതുകൊണ്ടാ സാർ പറയുന്നേ, നമ്മുടെ ഡിസ്ട്രിക്റ്റില് നമ്മുടെ ചെക്കനെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമല്ലോ. നിങ്ങളുടെ മോൻ നീത്തി നന്നായി ഉപദേശിക്കുക. IAS പഠിക്കാൻ പറയും. നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ്, അവനും ഇത് നല്ലതാണ്. അതുകൂടാതെ ഞങ്ങൾക്കും ഇത് ഒരുപാട് കാര്യത്തിൽ സഹായമായിരിക്കും. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താ സാർ, ആളെ കാണാനില്ലല്ലോ. അല്ല കൊച്ചി, നിനക്കെന്നെ അറിയാലോ, ഞാൻ ആ PSC എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരുന്നോ. അതിനു വേണ്ടിയുള്ള ഹാൾ ടിക്കറ്റ് ഒന്നും വന്നിട്ടില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ശരി, അന്ന് നീ വരാന്ന് പറഞ്ഞിട്ട് നീ വന്നില്ലല്ലോ. എത്ര നേരം കാത്തിരുന്നിട്ട് ഞാൻ മടങ്ങി പോയെന്ന് അറിയാമോ? അല്ലല്ലോ, അത് ഞാനും വന്നായിരുന്നല്ലോ കുശി. പക്ഷെ ഒരു എമർജൻസി കോൾ വന്നതുകൊണ്ട് ഞാനും എക്സിറ്റ് ആയി പോയതാ. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്തായാലും നീ തന്നെ വന്നില്ലേ, അതൊക്കെ ഓക്കെ. ഹരീഷ് എവിടെ? ആളെ കാണുന്നില്ലോ. എനിക്കറിയില്ല, അവൻ മോസ്റ്റ്ലി ക്ലാസ്സിലുണ്ടാവും. ശരി, എനിക്ക് ടൈമായി, ഞാൻ പോവാ. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. ബൈ. അങ്ങനെയാണെങ്കിൽ അന്ന് ലവ് ലെറ്റർ കുഷിയുടെ കിട്ടിയിട്ടില്ല. ആ നോക്കാം, സമയം വരട്ടെ. എന്തായാലും ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം. ഇല്ലച്ചാ, ഞാൻ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം, പറയൂ. സാർ, എൻ്റെ പേര് ധനുഷ്. എൻ്റെ IASന്റെ കോൾ ലെറ്റർ ഒന്നും വന്നില്ല സാർ. അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. IAS കോൾ ലെറ്ററോ? ആ നോക്ക്, ഇങ്ങനെ തന്നെ നേരെ പോവാണെങ്കിൽ ലെഫ്റ്റിലൊരു ലേഡി ഓഫീസർ ഉണ്ടാവും, അവരോട് പോയി ചോദിച്ചു നോക്ക്. ഓ അങ്ങനെയാണോ? ശരി സാർ, ഓക്കെ, താങ്ക് യു. ആ ശരി ശരി. ഹരീഷിൻ്റെ അച്ഛൻ എന്റെ വീടിന് മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത അവനില്ല. അവന്റെ മുന്നിൽ ഞാൻ കൈയിട്ട് നിൽക്കണമെന്നാണോ? ഇവനെയൊക്കെ മുളയിലെ നുള്ളിക്കളയേണ്ടതാ, ഇല്ലെങ്കിൽ നമ്മളെ ചവിട്ടി അരയ്ക്കും. സ്നേഹത്തിന് ഈ ലോകത്ത് ഒരു വിലയില്ലേ? ആരെ സ്നേഹിക്കണം, ആരെ സ്നേഹിക്കേണ്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലോ അല്ലേ? അയ്യോ, നീ അധികം ഒന്നും പറയണ്ട. നീ ലെറ്റർ കീറി കളഞ്ഞോ ഇല്ലയോ? ഈ കാര്യം ഒരു കാരണവശാലും ധനുഷ് അറിയാൻ പാടില്ല. എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം, മനസ്സിലായല്ലോ?
ഓക്കെ ബൈ. ഛേ, സാറേ പോയ കാര്യം എന്തായി സാറേ? സക്സസ് ആടൂ, സക്സസ്. ഞാൻ ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ കിടന്ന് കളിച്ചിട്ട് ഇതെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താടൂ? അവൻ IAS എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് കിട്ടാതിരിക്കുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അവൻ എങ്ങനെ എക്സാം എഴുതും? IAS ഉള്ളത് ഇനി അവന്റെ സ്വപ്നം മാത്രമാണ്. എന്ന് വെച്ചാ അവന്റെ IAS സ്വപ്നം തന്നെ ഇല്ലാതെയാക്കിയില്ലേ? നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, പിന്നെ അവനെ സല്യൂട്ട് അടിക്കാൻ മാത്രം ഞാൻ മണ്ടനാണ്? ഒരിക്കലുമല്ല, അതൊരിക്കലും നടക്കില്ല.